നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ചെടികളിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു റോസ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് വെച്ച് കിളിക്കാതായതുകൊണ്ടാണ് അതിൻ്റെ കൂടെ നിന്ന് മറ്റ് ചെടികളൊക്കെ മാറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ബഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ടേപ്പ് വെച്ച് ഒട്ടിക്കാനായിട്ട് പോയപ്പോഴത്തേക്കും മൊത്തത്തിൽ ഇളകിപ്പോയി. ചെറുതായിട്ട് ഇളകിയിരുന്നാണെങ്കിൽ മൊത്തം ഇളകിപ്പോയി. അപ്പോൾ എനിക്ക് വല്ലാതെ വിഷമമായി. നമ്മൾ കാശും കൂടെ ഒക്കെ കൊടുത്ത് വാങ്ങുമ്പോഴത്തേക്കും നമുക്കതൊരു വിഷമമാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നട്ട് വെച്ച് നോക്കാം, കിളിക്കുവാണെങ്കിൽ ഞാൻ വേറെ വീഡിയോ ഇടാമെന്ന്. അപ്പം ഞാനതങ്ങനെ നട്ടൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നാൾ വെയിറ്റൊക്കെ ചെയ്ത് മഴയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് പൊട്ടി കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പൊട്ടി കിളിച്ച് വരുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ മുകൾ വശമൊക്കെ ചെറുതായിട്ട് ഉണങ്ങിയിട്ടുമുണ്ട്. പിന്നെ ഇത് കിളിച്ച് പൊങ്ങി വരുവാണെങ്കിൽ അതും ഒരു വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. ഇതാണെങ്കിലും ബഡ് ചെയ്തതിൻ്റെ താഴ്ന്ന് കിളിച്ച് വരിക. കാരണം നമ്മൾ ബാലൻസിന് വേണ്ടിയൊരു കമ്പ് കൊടുക്കുമല്ലോ, ആ റോസയാണത്. അതിന് കിളിച്ച് നന്നായിട്ട് പൂ പിടിക്കുമോയെന്നും എനിക്കറിയത്തില്ല. എന്നാൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതാണ് നമ്മൾ താഴെ ഇട്ടിരിക്കുന്ന വളമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.